ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് പ്രതീക്ഷിക്കുന്നു, നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയൊക്കെ വേണം, എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇതിലും പറയാണ്. അപ്പൊ ഇന്ന് നമ്മളവിടെ പോകണാണ് സുധി. ഇന്നില്ലേ നമ്മുടെ ഇവിടെ കാളികുളങ്ങര അമ്പലമുണ്ട്. എല്ലാവർക്കും ഒരുവിധം പേർക്കൊക്കെ അറിയാൻ പറ്റും കാളികുളങ്ങര മുത്തിക്ക് പൊങ്കാലിടുന്ന അമ്പലം. അപ്പൊ എനിക്കിത് ഈ എല്ലാ വർഷവും ഞാൻ അമ്പലത്തിൽ പോണതാണ്. ഇപ്പൊ നമുക്ക് പോകാൻ പറ്റാത്തതാണ്. അപ്പൊ അതുകൊണ്ട് അമ്പലത്തിന്റെ അകത്ത് കയറണില്ല. പക്ഷെ എനിക്ക് സദ്യ കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അതെ, ഇപ്പൊ പോണേ അവിടെ ചെല്ലുമ്പോ ചൂട് കൂടുതലാണെങ്കിൽ കേറില്ല. ചൂട് കൂടുതലാണെങ്കിൽ കണ്ണ് ഇറക്കില്ല. അതെ, മിക്കവാറും അവിടെ അമ്മയൊക്കെ ഉണ്ടാവട്ടെ. അമ്മ വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ കലം വെക്കലും തെണ്ടിടലും എന്ന് പറയുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പൊ അമ്മ അതിന്റെ ഭാഗമായിട്ട് അമ്മയും ഒരു ചേച്ചിയും കൂടെയുള്ള ചേച്ചിയും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ചില പ്രിയ ചേട്ടനൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അവരൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് ചെയ്യണത്. അപ്പൊ അവിടെ ഉണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അതെ, ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കണോണ്ട് ഞാനും ഇപ്പൊ അങ്ങനെയൊക്കെ അത് പോണില്ല. അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ പോയേനായിരുന്നു. രാവിലെ തന്നെ പോയിട്ട് അത്യാവശ്യം നല്ല പണിയും നല്ല കുറെ സമയം എടുത്ത് നമ്മൾ ചെയ്യണ ഒരു കാര്യമാണത്. അതെ, അവിടുത്തെ വൈബ് നിങ്ങൾ കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടാ. അവിടെ എങ്ങനെയെന്ന് അറിയാം. ലാസ്റ്റ് ദിവസമാണ്. അപ്പൊ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ അവിടെ ആറ്റുവാൽ പൊങ്കാലില്ലേ, അതിന്റെ ഒരു വേറൊരു രീതിയാണ്. നീണ്ടു നിൽക്കുന്ന ദിവസത്തിൽ ഉണ്ടാവുന്ന പരിപാടി. ഇവിടെ അമ്മ ഞാൻ വരണേന് അവിടെ നിന്ന് കടക്കരന്ന് വരണേന് മുന്നേ പോയി. കാര്യം ഇനി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒറ്റക്കാക്കി പോലും ഒന്നും നടക്കൂലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഇന്നിപ്പം അമ്മയും അവിടെ ഇടണുണ്ട്. രാത്രിയാണ് കലം വെക്കണത്. ഇപ്പൊ അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് അമ്മ ഇപ്പൊ അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയല്ലോ സുധി. പോയി നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പോയി കണ്ടിട്ട് നോക്കിയാ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങും. ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കാണും. അതെ, അപ്പൊ നമുക്ക് നേരെ പോയാലോ? പോയിട്ട് വരാം. ഇവിടെ ഇതാണ് അമ്പലം. രാത്രി ഇന്ന് വിളക്കുണ്ട്. ഇത് കണ്ട, രാത്രി വിളക്കിന് ഈ വിളക്ക് കത്തിച്ചിട്ട് കുറേ പേര് പൊക്കിയെടുത്ത് ഇങ്ങനെ ഓടും. ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഓടും. അപ്പം ഇപ്പോൾ കുറവാണ്, നട്ടാതെ വെയിലായതുകൊണ്ട് ആൾക്കാർ കുറവാണ്. ഇത് അപ്പുറ സൈഡിലൊക്കെയാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ഒരാളോട് പെണ്ണാടാ, ഞാൻ ഒരു സാധനം ഇടാൻ പോയൊക്കെയായിരുന്നു. ഷോർട്സ് എടുത്ത് നിന്നതാണ്. അമ്പലത്തിന്റെ അങ്ങടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച്. അതെ, അതുകൊണ്ട് പോയിട്ട് വന്നതാണ്. ചൂടുണ്ട് നമുക്കിനി അത്രക്കില്ല അല്ലേ? നോർമൽ. നമ്മളിപ്പോ തണലത്ത് നിൽക്കണോണ്ടാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ പൊതുവെ ആൾക്കാരും കുറവാണ് ഈ ഏരിയയിലല്ലേ. വെയിലല്ലേ. എല്ലാവരും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഭയങ്കര ഇതായിരിക്കും. നമ്മുടെ വിളക്ക് വരുന്ന സാധനമാണ് എന്താ അവിടെ. ഈ വാഴപ്പോളയൊക്കെ രാത്രി ആകുമ്പോഴേക്കും കിട്ടും. രാത്രി നമ്മൾ വരണേ കാണിക്കാം. വരേണ്ടതാണ്. പിന്നെന്ന് വെച്ചാല് അമ്മയൊന്നും വന്നിട്ടില്ല. അവിടെ ഇറങ്ങിയിട്ടില്ല. അവിടെ ഇറങ്ങിയിട്ടുള്ള നമ്മളുടെ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ളൂ. അപ്പൊ അതെ, അപ്പൊ അമ്മ കുറച്ചു നേരം കഴിയും വരാൻ വേണ്ടി. ഇനി വെയിലത്ത് വന്ന് നിൽക്കണ്ടല്ലോ, സമയമാകുമ്പോ വന്നാ മതിയല്ലാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ഗർഭിണികൾക്ക് പരിഗണന ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇന്നലെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്നപ്പോ അങ്ങനെ കയറ്റിണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും സെക്യൂരിറ്റി ചേട്ടനോട് അത് ചോദിച്ചു നോക്കാം. എനിക്ക് കിട്ടുമായിരിക്കും, കണ്ണന് കിട്ടൂല. നമുക്ക് എന്തായാലും ചോദിച്ചോക്കാ. ഇന്നലെ ഈ പരിചയമുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് വല്യമ്മയെ കണ്ടപ്പോ പറഞ്ഞു ഇവിടെ നിന്നോന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ നോക്കി ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. രാത്രി ആകുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റൂല. രാത്രിത്തെ വൈബ് നമുക്ക് കാണിച്ചു കൊടുക്കാം. നല്ല തിരക്കായിരിക്കും. അതെ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. വന്ന നേരം കൊണ്ട് തന്നെ നേരെ ചോറ് കിട്ടി അല്ലേ? ചോറ് കിട്ടി. കിണറുണ്ട്. അപ്പൊ എന്റെ കൂടെ കണ്ണനെങ്കിൽ ഞാൻ വിളിച്ച് കണ്ണനെ കയറ്റൂലെന്ന് ഓർത്ത്. പക്ഷെ കയറി പ്ലേറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് റോഡ് വരെ ഉണ്ട്. ഇവിടെ കണ്ട ചേട്ടന്മാരൊക്കെ വേഗം വേഗം നമ്മളെ കയറ്റിയിട്ടാ. കണ്ട കൊറേ പേര് കഴിച്ചിരിക്കുന്നു. നമുക്ക് കഴിക്കാം. അമ്പലത്തിൽ അന്നദാനത്തിന് വേറൊരു ഫീലല്ലേ. എന്തായാലും നമുക്ക് കഴിക്കാം. കഴിച്ചു. അപ്പൊ നമ്മൾ ഉച്ചക്ക് പോയിട്ട് നേരെ ഇപ്പൊ രാത്രിയായി. ഉച്ചക്ക് പോയിട്ട് ഇവിടെ ഒരാൾ ഇപ്പൊ രാത്രിയായപ്പോ എത്തിയിട്ടുണ്ട്. രാത്രിയല്ലേട്ടാ, അമ്മയൊക്കെ നേരത്തെ വന്നതാണ്. ഞാൻ പോയിട്ട് വന്നതാണ് ഇപ്പൊ അല്ലേ? അതെ, ഉച്ചക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴാണ് തുടങ്ങാൻ പോണത്. നല്ല പണിയായിരുന്നു അല്ലേ? ഇതാണ് സംഭവം. നോക്കിയേ, തെണ്ട് അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അറിയാത്ത കുറെ പേരുണ്ട്, അറിയാവുന്ന കുറെ പേരുണ്ട്. നിങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മൾ എല്ലാ വർഷവും തെണ്ട് ഇടാറില്ലട്ടാ. പായസം വെക്കും. അതെ, ഇതിപ്പോ കണ്ടോ ഇവിടെ മൊത്തം ഇവിടെ ആൾക്കാർ നിറഞ്ഞേക്കാണ്. നേരത്തെ ഉച്ചക്ക് വന്നപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്നും.
അപ്പം ഇപ്പോഴും നിറച്ച ആൾക്കാർ. കുറച്ച് നേരം നീങ്ങിയിട്ടുള്ള സ്ഥലം കാണുന്നത്. ഇത് അമ്പലമാണ്. ഇത് അവിടെ കാണുന്നത്. ഇത് അവിടെ കാണുന്നതാണ് അമ്പലം. ഇത് ഇവിടെ ഇപ്പൊ കത്തിച്ച് അല്ലേ, മണ്ണ് ചൂടാക്കാനായിട്ടാണ്. അപ്പൊ കറക്റ്റ് പാളയും കറക്റ്റ് മാവുമായിരുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആരാണ് സകല കലാവല്ലവനാന്നൊക്കെ പറഞ്ഞ് കളിയാക്കണായിരുന്നു. കണ്ടോ ഇതൊക്കെ ഇങ്ങനെ കെട്ടി മുറുക്കണം. ഇങ്ങനെ കുറെ പേർക്ക് അറിയാൻ പറ്റും അല്ലേ, കുറെ പേര് അറിയാത്തവരുണ്ടാവും. ഇങ്ങനെ കെട്ടി സെറ്റാക്കി അതെ. മണ്ണിൽ കുഴിച്ചിട്ടുള്ള പിന്നെ അങ്ങനെ അതിന്റെ ഇടക്കിനൊക്കെ കെട്ടിയില്ലെങ്കിൽ അതിന് മണ്ണ് കയറും. കറക്റ്റ് കെട്ടില് പാളയിലൊക്കെ വെച്ച് കെട്ടണ കാണിക്കാൻ അപ്പോഴും കണ്ണൻ എത്തിയില്ല. ഞങ്ങള് രണ്ടാമത് ഓടി എത്തിയപ്പോഴത്തെ കൂടെ കഴിഞ്ഞു. പാള പൊളിച്ചാണ് കെട്ടണത്. പാള വെള്ളത്തിലിട്ട് കുത്തിയിട്ട് പാള പൊളിച്ച അതിന്റെ വള്ളിയും കൊണ്ട് കെട്ടണത്. എല്ലാം പാള കൊണ്ട് തന്നെ. ഓ ഗൈസ്, നേരെ അവിടുത്തെ ലഹളയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ നിങ്ങൾ മിണ്ടാണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് എത്തിയതായിരിക്കും. എന്താ പറയാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടാ. അച്ഛനൊക്കെ അവിടെ ഇരിപ്പുണ്ട്, സുതപ്പനുണ്ട്, അവിടെ അമ്മയുണ്ട്. എന്താ മിണ്ടാണ്ടിരിക്കണേ? എല്ലാരും ചോദിക്കണ്ടായിരുന്നു എത്ര മാസം എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. കൊട്ടുള്ളിക്കടമ്പത്തി പോയപ്പോഴും കൊറേ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരെയും കണ്ടിട്ടുണ്ടായി. അപ്പൊ എല്ലാവരും ചോദിക്കണായിരുന്നു ശ്രുതിക്ക് എത്രയായി ഡോക്ടറിന്റെ അടുത്ത് പോറായാന്നൊക്കെ ചോദിക്കണായിരുന്നു. സന്തോഷം. പിന്നെ ഇപ്പൊ ഇന്ന് തിരക്കാണല്ലോ അന്വേഷിക്കുന്നത്. കുഞ്ഞു കൊച്ചിനെ എടുത്തുണ്ടൊക്കെ വന്ന ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടോ തിരക്കിലാണ്. അതെ, അപ്പത്തെ കലമ്പക്കലൊക്കെ കഴിഞ്ഞ കൊന്തേ അവര് പോയാണ്. ഇപ്പൊ ലേറ്റ് ആയി. അതെ, അപ്പൊ പോയിക്കോ. അപ്പൊ ഗുഡ് നൈറ്റ്. അങ്ങനെ ഇന്നലത്തെ എല്ലാ പരിപാടികളും വേഗം കഴിഞ്ഞിട്ടാണ്. വേഗം നല്ല രാത്രിയായി, ഒരുപാട് രാത്രി. അതുകൊണ്ട് തന്നെ പിന്നെ ഫുഡ് കഴിക്കണത് കാര്യങ്ങളൊന്നും എടുത്തില്ല. നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ച് എല്ലാവരും ഒരു രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അവശതയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് കണ്ണനും അമ്മയും അവിടെ പുകയും കാര്യങ്ങളൊക്കെ നിന്ന് വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ ഡൗൺ ആയിട്ടാണ് വന്നത്. പിന്നെ കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്കും അവർ രണ്ടാൾ പോയി. പിന്നെ അറിയാമല്ലോ, ക്ഷീണമാവുമല്ലോ അങ്ങനെ കുറേ നമ്മൾ പുകയും ഇതൊക്കെ കൊണ്ടാക്കി കഴിയുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ കാണാൻ വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ചെറിയ ചെറിയ വീഡിയോ ആണ്. എന്തൊക്കെ എടുത്തിട്ടുണ്ടെന്ന് സത്യം പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇനി കാണാൻ പോകണുള്ളൂ, എഡിറ്റ് ചെയ്യാൻ പോകണുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞാൻ വൈൻഡപ്പ് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കാണ്. ഇവിടുത്തെ ചെറിയൊരു ഇതായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. ശരിക്കും അതെല്ലാം വലിയ വലിയ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. പിന്നെ വിളക്കിനൊന്നും നമ്മൾ ഇത്തവണ പോയില്ല. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ വിളക്ക് കാണാനൊക്കെ പോയിരുന്നു, വെളുപ്പിനായിരുന്നത്. പക്ഷെ ഇത്തവണ പിന്നെ എനിക്ക് ഉറക്കം നിൽക്കലും പിന്നെ എല്ലാവരും ജോലിക്ക് പോകണം അങ്ങനെയൊക്കെ ആയപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. അപ്പോൾ അതൊക്കെ ഇരുന്ന വിശേഷങ്ങൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.